അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങൾ കുറച്ചിനകത്ത് കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ വൈകിട്ടത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കാർത്തികയല്ലായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ കാർത്തിക വിളക്ക് കൊളുത്തുന്നതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇന്ന് പാചകമൊന്നുമില്ല കേട്ടോ. അപ്പം കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് നാളായില്ലേ മുടി വളരുന്ന ടിപ്പ് കാണിച്ചു തന്നിട്ട് ഇന്ന് ഞാൻ നമ്മുടെ മുടി നന്നായിട്ട് അടിപൊളിയായിട്ട് വളരാനായിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. എത്ര മുടി വളരില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുന്നവർക്ക് പോലും നന്നായിട്ട് മുടി വളരും. ഇനിയിപ്പോൾ നിങ്ങൾ പറയും മുടി പാരമ്പര്യമാണെന്നൊക്കെ പറയും. കുറച്ചൊക്കെ പാരമ്പര്യമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ മുടി നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മുടി ആർക്കാണേലും വളരെ ഉറപ്പാണ്. ചുമ്മാ ഓരോരുത്തർ സൂക്ഷിക്കാതിരുന്നിട്ട് അത് പാരമ്പര്യം ഇത് പാരമ്പര്യമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള മുടി നമുക്ക് പോകാതൊക്കെ ഇരിക്കും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം എല്ലാവരും. നല്ല അടിപൊളി ടിപ്പാണ്. അത് കണ്ടു നോക്കിയതിന് ശേഷം ചെയ്തു നോക്കിയതിന് ശേഷം കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതായത് പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാത്തവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ കാർത്തിക വിളക്കൊക്കെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നിലവിളക്കിനകത്ത് തിരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അത് കണ്ടോ, നിലവിളക്കെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചു കേട്ടോ. വെണ്ടിക്കകത്ത് വെള്ളം ചന്ദനത്തിരിയെല്ലാം കുത്തി വെച്ചു. അതിന് ശേഷമാണ് ഇവിടെ ഈ ചട്ടികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിലും തിരിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഈ മതിലയിലൊക്കെ വെച്ചത്. പക്ഷേ ഇപ്പം നല്ലതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം മതിലേവർക്ക് വെക്കലും നടക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്ന് ഇവിടെ ഇരിക്കട്ടെ എല്ലാം വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടേ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ താഴെ പോകാതിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ മുഴുവൻ എണ്ണയാകും. അതുകൊണ്ട് ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമായിരുന്നു ചേട്ടൻ. അപ്പം ഗ്ലാസ്സിൽ ഒഴിച്ചു. ഇനി നമുക്ക് എല്ലാത്തിലും ഒഴിക്കാം. എന്നും പക്ഷേ പെട്ടെന്ന് സന്ധ്യ ആകുന്നതാണ് കേട്ടോ. ഇന്ന് പക്ഷേ അങ്ങനെ സന്ധ്യ ആയിട്ടില്ല. സന്ധ്യ ആകാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നന്നായിട്ട് ഇരുട്ടുന്നതാണ്. മണി 6 നന്നായിട്ട് ഇരുട്ടുന്ന ഈ സമയത്ത് ഞാൻ വിളക്ക് കത്തിച്ച് കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് ഇരുട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പയ്യെ കത്തിക്കുന്നുള്ളൂ. ഒന്ന് ഇരുട്ടിയിട്ടാണെങ്കിലല്ലേ ഭംഗിയൊളി വിളക്കൊക്കെ കത്തി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം അതൊക്കെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. വരവുചേട്ടൻ എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇതുണ്ട്, മതിലേൽ വെക്കൽ ഇന്ന് വലിയ മുഷ്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, ബാക്കിയുള്ളതിലും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. ഇന്ന് കാർത്തിക പ്രമാണിച്ച് കേട്ടോ 5 തിരിയിട്ട് കത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ കത്തിക്കുന്നത് കിഴക്കോട്ട് 2 തിരി കൂട്ടിയിടും, പടിഞ്ഞാട്ട് 1 തിരി, അങ്ങനെയാണ് ഇവിടെയൊക്കെ കേട്ടോ. എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റൈലല്ലേ. നമുക്ക് ചന്ദനത്തിന് കത്തിക്കാം. കുരലിടാൻ എനിക്കറിയത്തില്ല കേട്ടോ കൂട്ടുകാർ. അതിനകത്ത് ഞാൻ വെറും 0 കേട്ടോ. ഇനി നമുക്ക് കാവിലും കൂടെ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ കാർത്തികളൊക്കെ കത്തിക്കാമേ. കാവി കാണിക്കാൻ നമുക്ക് ഇനി നമുക്കിവിടെ വിളക്ക് കത്തിക്കാം കേട്ടോ. താഴോട്ട് ഇറങ്ങി നിന്നിട്ട് നമുക്ക് കത്തിക്കാം. മെഴുകുതിരി ഒരെണ്ണം പോലും ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കൈവിളക്കിലാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കുന്നത്. ഇത് എളുപ്പമാണ്. അപ്പോൾ ഇനി ഇത് ഫുള്ള് കത്തിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ദാ ഫുള്ള് കത്തിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയും ഭാഗത്തേ ഞാൻ വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ മഴയാണ്, നല്ല ചെറുതായിട്ട് ചാറ് ചാറ് നിൽപ്പുണ്ട്. അപ്പം എന്താ ഇത്രയും ഭാഗത്തേ വെച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും കാർത്തിക വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ. മഴ നന്നായിട്ട് ചാറുന്നുണ്ട്. ഒരിക്കലും പതിവില്ലാത്തൊരു മഴ. ഈ ചെറിയ ചെറിയ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും കത്തിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിളക്കൊന്നും കെട്ടുപോകത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ മാത്രമേ ഞാൻ വെച്ചുള്ളൂ. എല്ലാ വർഷവും അതിൽ നിറച്ച് നിരത്തി വെക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റത്തില്ല, മഴയല്ലേ. അതുകൊണ്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടു അല്ലേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അത്രേ ഉള്ളൂ. നീരാണ് ഇന്നടം വരെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ അല്ലേ. കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മേളിൽ സ്റ്റാറൊക്കെ ഇട്ട് കേട്ടോ. താഴെ കാർത്തിക വിളക്കും ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, മഴ ചാറുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മഴയത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ നമ്മുടെ മുടി വളരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഞാൻ എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമ്മളുണ്ടല്ലോ, ആദ്യം ഫസ്റ്റിലെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ടൊന്ന് മുടി നന്നായിട്ട് കഴുകുക. നിങ്ങൾക്കിപ്പോൾ ഷാമ്പു ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ താളി ഇട്ടിട്ട് നന്നായിട്ട് മുടി കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് മുമ്പോട്ട് ഇട്ട് നന്നായിട്ട് മുടി നന്നായിട്ട് ചീകുക. മുടി നന്നായിട്ട് ചീകുമ്പോഴത്തേക്കും നമുക്ക് മുടിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ട് കുറേ നേരം നമ്മൾ ചീകണം കേട്ടോ. കുറേ നേരം മുമ്പോട്ടും പുറകോട്ടും ഇട്ട് ചീകുക. അതിന് ശേഷം കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. ഇതുപോലെ നന്നായിട്ട് ചീകണം. പിന്നെ ചീകിയിട്ട് മുടിയിലെ ഉടക്ക് നന്നായിട്ട് നമ്മൾ കളഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, ഇപ്പം ഞാൻ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയൊക്കെ ഇട്ട് മുറുക്കി തേക്കും. പക്ഷെ ആ എണ്ണ തീർന്നു, ഇനി മുറുക്കണം. അപ്പം ഞാൻ തേക്കുന്നത് പാരച്ചൂട്ടാണ്. ഞാനിത് പാരച്ചൂട്ട് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. പാരച്ചൂട്ട് ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മൾ ഈ എണ്ണയൊന്ന് നമുക്ക് തലയിലോട്ട് നന്നായിട്ട് ഈ ഓയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഉച്ചിയിൽ കണ്ട ഇങ്ങനെ ഇതുപോലെ നമ്മുടെ മുടിയിലൊന്നും അധികം തേച്ചില്ലേലും കുഴപ്പമില്ല. നമ്മുടെ ഇതാണ് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടി അങ്ങ് നമ്മുടെ ഷാമ്പൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടിരിക്കും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരാനുള്ള എണ്ണകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എണ്ണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലവർ മുറുക്കിയൊക്കെ തേക്കും. കരിജീരക എണ്ണ, ഒരുപാട് എണ്ണയുണ്ടല്ലോ, ചെമ്പരത്തി പൂട്ട് തേക്കുന്ന എണ്ണയും അതുപോലൊക്കെ ഉണ്ട്. ഇപ്പം മുടി ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് പറഞ്ഞുതരാം. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിക്കോ. ഞാൻ ഇപ്പം വരാം കേട്ടോ. അപ്പം ഇത്രയും കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ, ഭയങ്കര തിളപ്പിക്കുകയൊന്നും ചെയ്തേക്കല്ലേ. ഇത് ചെറിയ ചൂടേ ഉള്ളൂ. അതിനകത്തോട്ട് നമ്മളൊരു ടർക്കി ഇങ്ങനെ അങ്ങ് മുക്കി കൊടുക്കുക. കണ്ടല്ലോ, ടർക്കി മുക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെ മുന്നോട്ടിടുക. കണ്ട, എന്നിട്ട് നമ്മൾ ഈ ടർക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഈ നമ്മുടെ മുടിക്കൊന്ന് ആവി പിടിച്ച് കൊടുക്കുക. മനസ്സിലായി? ഇങ്ങനെ അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചൂട്, ഈ ടർക്കിയിലുള്ള ചൂട്
നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കിപ്പം നന്നായി ചൂട് കിട്ടുന്നുണ്ട്. നമുക്ക് ചൂട് കിട്ടുന്നിടം വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ ഈ ഓപ്പൺ പോർട്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമ്മുടെ മുടി നന്നായിട്ട് വളരുക തന്നെ ചെയ്യും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. മുടി അങ്ങ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ കാണുന്ന മുടിയൊക്കെ ഇല്ലേ, അതുപോലൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം കാണിക്കുന്നില്ല, വീഡിയോയിൽ എന്തായി പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം കാണിക്കാം. ഞാൻ ഇതുമാതിരിയൊക്കെ ചെയ്യും. ഇതുമാതിരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും കേട്ടോ. ഭയങ്കര തിളച്ച വെള്ളത്തിൽ കൊണ്ട് മുക്കിയേക്കരുത്. നമുക്ക് തലയിൽ ഒരു ചെറിയ ചൂട് കിട്ടുമല്ലോ, ആ ചൂട് കിട്ടിക്കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ ഇറക്കി മാറ്റിയിട്ട് പിന്നെ രണ്ടാമതും നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഉലുവയാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഉലുവ നന്നായിട്ട് വേകുമല്ലോ. അപ്പോൾ അതാ സ്റ്റൗവിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. വേഗട്ടെ കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് ചൂടാറട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു. നമ്മളിനി കൈ കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ ഞെരിടുക. കണ്ട, ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങനെ ഞെരിടുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഞെരടി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാവേ. അരിച്ചെടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. അത് വലിയ പാത്രമായതുകൊണ്ട് ഇതിനകത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ച വെള്ളത്തിലേക്ക് നമ്മളിതാ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇതിനകത്തോട്ട് ഒരെണ്ണോ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരെണ്ണേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കാം. എന്നിട്ട് നമ്മൾ ഇതും കൂടെ ഒഴിച്ചിട്ട് വേണം സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റി അവിടെ വെക്കാനായിട്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇനി ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയതാണ്. ഇനിയിപ്പം നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തുണിയിലേക്ക് അരച്ചെടുക്കാം. പക്ഷേ ഇത് കണ്ടോ, ഇത് എൻ്റെ ഈ മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇനി നമുക്കിതെങ്ങനെയാണ് തലയിലേക്ക് തേച്ച് കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഉലുവ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് തലയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് തേക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഹാളിലൊക്കെ ആവും. പിന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാമറ ഫോൺ അങ്ങോട്ട് വെക്കാനൊരു സൗകര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുമ്പോട്ട് ഇടുക, മുടി മുമ്പോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം.
ഞാൻ ഇവിടെ നിന്നിപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനാകും. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ പോയി നിന്ന് തേക്കാമെന്നും വെച്ചിട്ടാണ് കേട്ടോ. അപ്പം തേച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതേമാതിരി കണ്ട ഇതേമാതിരി നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. 10 മിനിറ്റ് നിന്നതിന് ശേഷം 10 15 മിനിറ്റ് നിൽക്കുക. പിന്നെ സൈനസും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 15 മിനിറ്റ് വെക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കുക. തേക്കാൻ പറ്റുന്നവർ മാത്രമേ തേക്കാവുള്ളൂ. പക്ഷേ ഈ ഉലുവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. തേച്ച് കുറേ നേരം നിൽക്കാൻ പാടില്ലാത്തവർ നിൽക്കരുത്. അപ്പം ഞാനിത് വെളിയിൽ കൊണ്ടുപോയി ബാക്കി തേക്കട്ടെ. ഇവിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ അലമ്പാവും, എനിക്ക് തന്നെ പാരയാവും. ഇത് വെച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി കഴുകിയിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം 15 മിനിറ്റിന് ശേഷം എന്താ കുളിയൊക്കെ കഴിഞ്ഞു. മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഒട്ടും ഉണങ്ങിയിട്ടില്ല. ഞാനിപ്പം മുടിയുടെ അറ്റത്തൂന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തോർത്തൊക്കെ കെട്ടി വെച്ചിരിക്കായിരുന്നു. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഴിച്ചെന്നേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ ഇതൊന്ന് കെട്ടിവെക്കണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്പം കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ഒന്നും ചെയ്യണ്ട. മുടിയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് മുടി ഉണങ്ങുന്നിടം വരെ കാത്തിരിക്കുക. മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് എടുത്ത് വെച്ച ഉലുവ വെള്ളം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചതില്ലേ, അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മുടിയിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാത്തത്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉലുവ തേച്ചിട്ട് ഞാൻ മുടി കഴുകിയെന്ന് പറഞ്ഞില്ല. അപ്പം ഉലുവ തേക്കുമ്പോൾ മുടി കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ആദ്യം തലയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകുക. അപ്പം ആ ഉലുവ തേച്ചതിൻ്റെ ഇതെല്ലാം കുറച്ചങ്ങ് പോകും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം, പിന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക. ഷാമ്പു യൂസ് ചെയ്യുന്നത് എപ്പോഴും മൈൽഡായിട്ടുള്ള ഷാമ്പു എടുക്കുക. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ തലയിൽ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഡയറക്റ്റായിട്ട് ആരും ഷാമ്പു തലയിൽ യൂസ് ചെയ്യരുത്. എല്ലാവരും കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഷാമ്പു അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കും, എന്നിട്ട് തലയിലോട്ട് ഇങ്ങനെ തേച്ച് വിടും. അതല്ല എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുടിയുടെ വളർച്ചയ്ക്ക് ഭയങ്കര ദോഷമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം എടുക്കുക, ഒരു കപ്പോ മഗ്ഗോ എന്തെങ്കിലും എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഷാമ്പു ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് പതപ്പിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഷാമ്പു തലയിൽ യൂസ് ചെയ്യാനായിട്ട്. ഈ ഉലുവയുടെ തലയിൽ നമ്മുടെ നിറയെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പം നമ്മൾ വേറെയൊക്കെ ടിപ്സ് ചെയ്യുമ്പോഴത്തേക്കും പറയാറുണ്ട്, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഷാമ്പു യൂസ് ചെയ്യരുത് എന്ന്. ഇത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, തലയിലെല്ലാം നിറച്ചിങ്ങനെ പറ്റിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് ചെയ്യുന്ന തലയിലോട്ട് ഡയറക്റ്റ് എടുത്ത് തേക്കരുത്. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പാത്രത്തിൽ കുറച്ച് ഷാമ്പു എടുക്കുക, ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിക്കുക, നന്നായിട്ട് പതപ്പിക്കുക. എന്നിട്ട് തലയിലെടുക്ക് തേച്ച് കൊടുക്കുക. തലയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ ഉലുവ തേച്ചതിൻ്റെ എല്ലാം മാറി പോകും കേട്ടോ. അപ്പം നമ്മുടെ മുടിക്ക് ഉലുവയുടെ മണവും ഈ ഷാമ്പൂൻ്റെ മണവും എല്ലാം കൂടെ നല്ല മൊത്തം പിടിപ്പിക്കുന്ന ഒരു മണം കിട്ടും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം എല്ലാവരും ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തന്ന ആ ടിപ്പ് അപ്പം ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടിപ്പാണ്. എത്ര മുടി വളരത്തില്ലാത്തവർക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടി വളരും, മുടി പൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എനിക്ക് കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് മുടിയുടെ. ഒരു മാസമെങ്കിൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് തേക്കരുത് കേട്ടോ. ഈ ഉലുവയുടെ ഇത് ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മാത്രം മതി. എന്നും ചെയ്യരുത്, പിടിക്കത്തില്ല. ഉലുവ തണുപ്പാണ്, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പം ഇനി മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. വീഡിയോ ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.